ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ള കാര്യം. ഗൈസ്, ഞാൻ ഇതോടെ നമ്മുടെ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു മേക്കപ്പ് കിറ്റില്ലേ, ഈ കോംബോ പാക്കിൽ നിന്ന് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിലെ പ്രോഡക്റ്റ്സ് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ മേക്കപ്പ് ലുക്ക് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺസീലറൊക്കെ ലൈറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നോ മേക്കപ്പ് ലുക്കായിട്ടാണ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ഡെയിലി എന്താ പറയുക, ഡെയിലി ആയിട്ട് കോമൺ ആയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ഡ്രോബാക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഐക്കാർട്ടിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഓരോ പ്രോഡക്റ്റ്സ് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടൊരു നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിതിലുള്ള പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇത് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇടുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു സാധനമാണ്. കണ്ടോ, ഇത് വന്നിട്ട് പ്രിപ്ലസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. ഇത് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നല്ല സാധനമാണ്. ഇതിട്ടിട്ട് ഇതിൻ്റെ സ്മെല്ല് എത്ര പോരാ, എന്നാലും ഈ ഓയിൽ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും അതേപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ ഈ ഒരു സംഭവം ഫേസിലിടുന്ന സമയത്ത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട്, സ്മെല്ല് കൊള്ളൂലെങ്കിലും ഈ ഓയിൽ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ബ്യൂട്ടിഫോറിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മാറ്റ്മി എന്ന് പറയുന്ന മാറ്റ് പ്ലസ് സ്പോട്ട്ലെസ്, അതായത് എന്താ പറയുക, പ്രൈമറാണ് കേട്ടോ. നോർമൽ ടു ഓയിലി സ്കിന്നിന് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ അലോവേര ജെല്ലില്ലേ, അത് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അത്ര തന്നെ ഉള്ളൂ, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇതിപ്പോൾ ഫേസിലിട്ടുണ്ട് പോഴ്സ് മിനിമൈസ് ചെയ്യിപ്പിക്കണുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഈ സംഭവം ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കിത് യൂസ് ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവം ചെയ്യണില്ല കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ ഒരു കൺസീലർ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് യാറ എന്ന് പറഞ്ഞിട്ടുള്ള യാറ ബ്യൂട്ടി കൺസീലറാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സിൽ എന്താ പറയുക, നമുക്ക് ചേരുന്ന ഷെയ്ഡും കാര്യങ്ങളും ഒന്നും അല്ല വരിക, കിറ്റിൽ അങ്ങനെയല്ല വരിക. നമ്മളിപ്പോൾ അല്ലാതെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ വാങ്ങുക, നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ വരുന്നത് അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഇങ്ങനത്തെ മാർക്സും കാര്യങ്ങളും ഒന്നും പോകില്ല. എല്ലാവർക്കും അറിയാമല്ലോ ഇതൊന്നും പോകില്ല എന്നല്ല. പക്ഷെ എന്നാലും ജസ്റ്റ് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹൈഡാകും. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് നോ മേക്കപ്പ് ലുക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മാർക്സൊക്കെ വല്ലാതെ എന്താ പറയുക, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ, കുറച്ചൊക്കെ കാണണമല്ലോ. അതല്ലേ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല കേട്ടോ, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീലർ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് NC30 എന്ന് പറഞ്ഞിട്ടുള്ള മിനറലൈസ്ഡ് മോയ്സ്ചർ SPF 50 ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇത് തോന്നുന്നു ഞാനിപ്പോൾ കയ്യിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊന്ന് എന്താ പറയുക,
ബ്രൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചിറക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു കൺസീലറില്ലേ, കൺസീലറിൻ്റെ ഒരു ഇത്തിരി കൂടി കട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സെയിം സാധനം പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ഒട്ടലും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ചെയ്യാം. പക്ഷെ ബ്ലഷ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 ലിപ്സ്റ്റിക്കിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ ബ്ലഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു റെഡും ഒരു എന്താ ബ്രൗൺ പോലത്തെ ഒരു കളറും. അപ്പോൾ ഈ റെഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുമപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാ റെഡ് കളറാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ബട്ട് ഇത് ചുണ്ടിലിടുന്ന സമയത്ത് ഒരു തരി പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്പിലിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പാക്കിൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് കൊടുത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇത് 3D സാറ്റിൻ മാറ്റ് ഫിനിഷ്, ലോങ് ലാസ്റ്റിംഗ്, ഇൻറ്റൻസീവ് പേ ഓഫ്, ലൈറ്റ് വെയ്റ്റ്, സ്മൂത്ത് ആപ്ലിക്കേഷൻ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഈ ലിപ്സ്റ്റിക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ നോർമലായിട്ടുള്ള സ്മെല്ല് എന്ന് പറയുന്നത് നമ്മൾ ലോക്കലായിട്ടുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, സാധാ നോർമൽ ബ്രാൻഡഡ് അല്ലാത്ത ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല് മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ബ്രൗൺ കളറ് ലിപ്സ്റ്റിക്കിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു കഷ്ണം ഇങ്ങനെ പൊടിഞ്ഞു പോരില്ലേ, അതേപോലെ ഉണ്ട്. റെഡ് പിന്നെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. റെഡ് ഞാൻ ജസ്റ്റ് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലസ് ബ്ലഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം. ഇത് NC25 മിനറലൈസ്ഡ് ഫൗണ്ടേഷൻ ഓർ ലൂസ് ഫോൺ ഡി ടിൻറ്റഡ് പൗഡറാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇത് പൗഡർ വേസ്റ്റേജ് ആയി പോകുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറമെ പേരോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതേപോലെ ഒരു സ്പഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ. കുറച്ച് ഹാർഡാണ് കണ്ടോ, കുറച്ച് ഹാർഡാണ്, സോഫ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ മേലെ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൻ്റെ മേലെ കണ്ടോ ചെറുതായിട്ട് കുത്തു പോലെ ഉണ്ട്. നമ്മളെ പൗഡറിൻ്റെ ഒക്കെ ഇതില്ലേ എന്താ പറയുക, സാധനം തിരിക്കുമ്പോൾ ഹോൾ ഉണ്ടാവില്ല, അതേപോലെ ഇതിൻ്റെ മേലെ ചെറിയൊരു നെറ്റ് പോലെയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. അത് വൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഇങ്ങനെ ഈ നെറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്താ പറയുക, ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഗൈസ്, നമ്മൾ ഐ ലാഷസ് യൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഐ ലാഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, ആക്ച്വലി ഞാനിത് എടുത്തിട്ട് ഇങ്ങനെ ആയിപ്പോയതാട്ടോ. ഇതിൻ്റെ കഷ്ണം അത് ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ മേലെ വന്നിട്ട് എന്താ പറയുക, ഇതിങ്ങനെ ഇതിൻ്റെ മേലെ അങ്ങനെ ഒട്ടിച്ചിട്ടാണല്ലോ, ഇതേപോലെ ഒട്ടിച്ചിട്ടാണല്ലോ വരിക. പക്ഷെ ഇത് ഞാൻ എടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഈ ഒരു കഷ്ണം പോയി ഗൈസ്, കണ്ടോ, കുറച്ച് പീലികൾ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഈ ഇത് ഒട്ടിക്കുന്ന മറ്റേ ഗമ്മില്ല, അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേലുള്ള പശ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒട്ടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്. അപ്പം ഞാനിതിങ്ങനെ വെച്ചു, ഇങ്ങനെ നിൽക്കട്ടെ. കണ്ടോ, ഇവിടുത്തെ പീസാണ് ഞാനിത് എടുത്തപ്പോൾ പോയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നില്ല, പകരം നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള നമ്മുടെ മാൾസിൻ്റെ മസ്കാര ഉണ്ട്, ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിക്സർ യൂസ് ചെയ്യാം. ഇതിൻ്റെ പേര് മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ എന്നാണ്. ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ഫിനിഷ് മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. വിത്ത് അലോവേറ പ്ലസ് വിറ്റമിൻ ഇ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ചതങ്ങിയിട്ടുള്ളൊരു കുപ്പിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 100 ml പ്രോഡക്റ്റിൻ്റെ ഇതേപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഫേസിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അലോവേറേൻ്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ വിറ്റമിനോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പച്ചവെള്ളം കുപ്പിയിൽ നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട്. പിന്നെ ഇതിന് നല്ല തണുപ്പുണ്ട് കേട്ടോ, അങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനവും ഞാൻ പേടിച്ചുകൊണ്ട് മുഖത്തൊക്കെ കുറച്ച് അടിച്ച് കുറച്ചൊക്കെ ടാബ് ചെയ്തിട്ടൊക്കെ വേഗം വരാം കേട്ടോ.